എറിഞ്ഞിടടാ അവന്റെ സ്റ്റമ്പ് 96 എന്നൊക്കെ. Hey guys, welcome to a പുതിയ വ്ളോഗ്. നമ്മളുടെ ഡൽഹിയിലെ അവസാന ദിവസമാണ് ഗൈസ്. ഇന്ന് നമ്മൾ ഡൽഹി വിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകണം. ഒറ്റ മൈൻഡിൽ ഇറങ്ങി തിരിച്ച ഞങ്ങൾ എന്തൊക്കെ ചെയ്ത് കാശ്മീരിൽ പോയി മഞ്ഞ് കണ്ട് ദാൽ തടാകത്തിൽ കിടന്നുറങ്ങി, ഋഷികേശിൽ പോയി ബഞ്ചി ചാടി, ഋഷികേശിലെ ഗംഗയിൽ മുങ്ങിച്ചാടി, റാഫ്റ്റിംഗ് ചെയ്ത്, എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഡൽഹിയിൽ എത്തിയിട്ട് ഇന്ന് നമ്മൾ എന്താണ് വർഷം ചെയ്യാൻ പോകുന്നത്? യെസ്. പക്ഷേ ഗൈസ്, വീട്ടിൽ പോകുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബാർഗെയിനിങ്ങിൽ ഭയങ്കര വീക്കാണെന്ന് നിങ്ങൾ എല്ലാവരും പറയാറുണ്ട് ഗൈസ്. അതാണ് എനിക്ക് ബാർഗെയിൻ ചെയ്യാൻ അറിഞ്ഞൂടാ. അതെന്താണ് എനിക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റാത്തത്? എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എനിക്ക് പാവം തോന്നും ഗൈസ്. ആരെങ്കിലും നമ്മളടുത്ത് ഒരു എമൗണ്ട് വന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ചവിട്ടി താക്കണം, അത് നല്ല ഇതൊന്നുമല്ല. പക്ഷെ നീ ബാർഗെയിൻ ചെയ്യുന്ന ആളല്ലേ? എന്നാ ഇന്ന് ബാർഗെയിൻ ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമുക്ക് പോവാം ഗൈസ്. ഞങ്ങൾ സരോജിനി മാർക്കറ്റിലേക്ക് പോകാൻ പോവുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർഗെയിനിങ്ങിന്റെ അങ്ങ് അറ്റം 2000 പറഞ്ഞിട്ട് ആൾക്കാർ അവിടെ 50 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോയ കഥ വരെ ഉണ്ട്. അപ്പോ വർഷയ ഞാൻ സരോജിനി നഗർ മാർക്കറ്റ് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് ചെക്ക് അപ്പൊ ഗൈസ്, നമ്മള് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇന്നലെ നല്ല ഉറക്കമായിരുന്നു ഗൈസ്. ആ ടെന്റിൽ കിടന്ന് ഉറങ്ങിയതിന് ശേഷം ഇന്നലെ ടെന്റിയല്ല ടെന്റില് ഇന്ന് നല്ല സുഖമുള്ള ഉറക്കമായിരുന്നു ഗൈസ്. അപ്പോൾ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേർക്ക് ഒരു ടാറ്റ കൂടെ കൊടുത്തുകൊണ്ട് സുഹൃത്തുക്കളെ ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ പോവാണ്. ബൈ ഗൈസ്, നിങ്ങൾ കളിച്ച് വളരൂ. ഓക്കെ ലെറ്റ്സ് ഗോ. ബൈ ബൈ റൂമേ. 1001 റൂമാണ് ഗൈസ്. ഇതങ്ങ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് മേളിലാണ് ഗൈസ്. ഇവിടെ സത്യം കേട്ടോ. പക്ഷേ ഗൈസ്, എനിക്കുണ്ടല്ലോ ബഞ്ച് ചെയ്തതിന് ശേഷം ഇപ്പൊ ഹൈറ്റുകളോടുള്ള പേടി ഒരു പൊടിക്ക് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സത്യം സത്യം ഗൈസ്, അത് അവിടെ നിന്ന് ചാടുമ്പോ അതൊരു മൈൻഡാണ് കേട്ടാ. അത് ഞാൻ പറയും. അത് പക്ഷെ എന്നാലും നീ ചെയ്ത്. ഞാൻ രക്ഷപ്പെട്ടത് കഴിച്ചാൽ എന്റെ ബ്രെയിൻ ഓഫ് ആക്കിയപ്പോഴാണ്. ആ ടെക്നിക്ക് നിങ്ങൾക്ക് പഠിച്ചു വെക്കുകയാണെങ്കിൽ ലൈഫ് പക്ഷെ ബ്രെയിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പേടിയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഗൈസ്. നോക്കൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പഠിക്കൂ, വേണ്ടെന്നൊക്കെ ഗൈസ്. ഇപ്പൊ ഡൽഹിയിൽ തണുപ്പാണ്. നമ്മൾ വന്നപ്പോൾ അതേ തണുപ്പാണ്. എന്നാ ഈ തണുപ്പ് ഇപ്പൊ നമ്മൾ അഫക്ട് ചെയ്യാനുണ്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വന്നപ്പോ നമ്മൾ ഡൽഹിയിൽ ഇറങ്ങിയപ്പോ കിടുകിട കുറച്ചല്ലേടാ. പക്ഷെ ഇപ്പൊ നമ്മുടെ ബോഡി കുറെയൊക്കെ അഡാപ്റ്റ് ആയി. മെട്രോ ജാനിയെ കിतनी है? 50 होगा पास में है बहुत. 2 പേർക്ക് കൂടെ 40. അന്ന് 80 രൂപ എടുത്തത് കേട്ടാ ഞാൻ ബാർഗെയിൻ ചെയ്തു. ഇപ്പൊ ആൾക്കാർ പറയും ഇത് 10 രൂപയായിരുന്നു ചേട്ടാ. അയ്യോ എന്റെ കൈ ഉടക്കി. പറഞ്ഞു ഉടനെ സംസാരിച്ചല്ലേ. ആദ്യമായിട്ട് ബാർഗെയിൻ ചെയ്ത് 10 കുറഞ്ഞിട്ടിപ്പോ ഉള്ള ആവേശത്തിൽ അങ്ങ് ഒട്ടി പറഞ്ഞതാണെന്ന് തോന്നുന്നില്ലേ? 2 പേർക്ക് ഈ വളവ് തിരിയുമ്പോ സ്ഥലം നമ്മള് മെട്രോയിലാണ് ഗൈസ്. ദ്വാരക 13 മെട്രോയിൽ കയറിയിട്ട് അവിടെ നിന്ന് പിന്നെ നമുക്ക് മെട്രോ വഴി സരോജിനി പോവാം. ഡൽഹിയിലെ ഏറ്റവും എഫിഷ്യന്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മെട്രോ ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മെട്രോ സ്റ്റേഷൻ എത്തി കേട്ടോ. പിന്നല്ല ഒറ്റയ്ക്കൊക്കെ ചെയ്തവള് മെടുക്കി ആദ്യം തന്നെ 2 സരോജിനി എടുത്ത കേസ് ഞങ്ങള്. ഓഫ് സരോജിനി മാർക്കറ്റ്. സരോജിനി നഗർ മെട്രോയിൽ നമ്മൾ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കഴിച്ച മെട്രോ സ്റ്റേഷന്റെ അകത്ത് ആദായ വിൽപ്പന സെയിൽ 100 രൂപ എന്നൊക്കെ എഴുതിയിട്ടേക്കണം. എനിക്കും ഡൽഹി പമ്പളറൊക്കെ ഇടാ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നിട്ടാണ് കംപ്ലീറ്റ് ഷോപ്പിംഗ് നടക്കുന്നത്. പക്ഷെ 100 രൂപയ്ക്ക് ഇതൊക്കെ നഷ്ടം വരുമെന്ന് തോന്നല്ലേ എനിക്ക്, അല്ലേ? 100 കൂടുതലാണോ? ഇതൊക്കെ അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തതല്ലേ, 100 കൂടുതലല്ലേ? ആണല്ലേ? ഓ, ഇതാണ് ബാർഗെയിനിങ് മെന്റാലിറ്റി അല്ലേ?
ഓഹോ, പക്ഷെ കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും അകത്തുനിന്നേ തുടങ്ങണ്ട, നമുക്ക് പുറത്തിറങ്ങിയിട്ട് തുടങ്ങാം. ലെറ്റ്സ് ഗോ ഔട്ട് ഗൈസ്. സെറ്റ് സ്കാൻ ചെയ്ത് പുറത്തിറക്കുമ്പോൾ ഇവിടെ വീണ്ടും കട. ഇവർക്കൊക്കെ നല്ല ലാഭം കാണുമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വെക്കൂലല്ലോ. അത് കാണുമായിരിക്കും. ഇപ്പൊ തന്നെ നിക്കണല്ലേ. ഹായ്, നല്ല പൂക്കി പാന്റ്. ഇതൊക്കെ പൂക്കികളാണ്. അടിപൊളി. ഇപ്പൊ എടുക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയതായിരുന്നു ഗൈസ്. പക്ഷേ ഇത് കാണുമ്പോ എന്തോ വിഷമം ഗൈസ്. ഒരു മെട്രോ സ്റ്റേഷന്റെ സൈഡ് കിടക്കുന്ന കിടപ്പും ഒക്കെയാണ്. എന്താണ് ഡൽഹിക്കാരെ, ഇവിടെ ക്യാപിറ്റൽ അല്ലേ ഒന്നുമില്ലെങ്കിലും ഇതൊന്നും ചെയ്യാൻ പറ്റൂലേ എന്നുള്ളതാണ്. പണ്ടും ഇതേണൊക്കെ തന്നെ ഗൈസ്. ഞാൻ പഠിച്ചോണ്ടിരുന്ന കാലം 10 കൊല്ലം മുന്നേ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. എന്തായാലും ഞങ്ങൾ ഇനി സരോജിനിയിലോട്ട് നടക്കട്ടെ. മെട്രോയിൽ നിന്ന് ഇറങ്ങി നമ്മള് ഡൽഹിയുടെ തിരക്കുള്ള നഗരം. ഓ മതിയടാ ഹോൺ, എന്റെ പള്ളി, എന്തൊരു ബഹളമാണ് അവന്മാരിത്. നമ്മള് ബിഗ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിന്റെ ചുറ്റുപാട് നിന്ന് ഷോപ്പ് ചെയ്യാനാണ് സരോജിനി നഗർ എക്സ്പെർട്ട് ഫ്രം കേരള ആയ ആരാടാ ശരണ്യ നന്ദകുമാർ ഞങ്ങളോട് പറഞ്ഞത്. ഓ എയർപോർട്ട്സ് ഒക്കെ വേണ്ട ഇവിടെ ഫ്രീ ആയിട്ടുണ്ട്. ഇതിനേക്കാ ഭയ്യ, ഇതിനേക്കാ എയർപോർട്ട് 550 കാ. താങ്ക് യു. എയർപോർട്ട്സ് പ്രോ 550 ഈശ്വര, അതൊന്ന് ബാർഗൈൻ ചെയ്തപ്പോ 100 രൂപയ്ക്ക്. പക്ഷേ ഗൈസ് അത് ചാത്തനാണ്. സത്യമല്ലേ, 100 രൂപ കിട്ടുമായിരിക്കും. ഓ 22,000 രൂപയുടെ സാധനമാണ് 100 രൂപ കൊടുക്കാൻ പറയണത്. സരോജിനി മാർക്കറ്റ് സ്ട്രീറ്റ് വാക്ക് വ്യൂ. പാനിപൂരി കഴിക്കണ ഇവിടെ നിന്ന്. ഇവിടെ ആരും വേണ്ട, ഒരു മെന തോന്നുന്നില്ല. ഓക്കെ, സ്ട്രീറ്റ് വ്യൂവിലൂടെ നമ്മൾ നടക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഏതോ ഒരു മാമ ഇരുന്നിട്ട് എന്തോ ഒരു ചിഞ്ചിലം വായിക്കുന്നു. ആ മാമൻ എന്തെങ്കിലും കൊടുക്കണം. ചില്ലറ മാമനില്ല. ഇവിടെ ഏതോ ഒരു കടയിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ പണ്ട് ഈ ഓറഞ്ച് കളറിലുള്ള സാധനമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അതൊക്കെ ഇപ്പൊ വന്നതാണ്. ഇവിടെ ഒരു ചേട്ടൻ കരിക്ക് വിൽക്കുന്നു, അപ്പുറത്ത് മൊമോസ് കൊടുക്കുന്നു. ഗൈസ്, വെൽക്കം ടു സരോജിനി മാർക്കറ്റ്. വെൽക്കം മാം. ഇതിനകത്തോട്ട് എങ്ങനെ കയറണം? ഓ സ്കാനിങ് ഒക്കെ ഉണ്ടല്ലേ. അതെ, എന്നിട്ട് ഈ സ്കാനർ വർക്കാവും അതില്ല, ചുമ്മാ കയറ്റി വിടെയാണ് ഇതിന്റെ അകത്ത്. ആരും ചെക്കും ചെയ്യണം, ഒന്നും ചെയ്യണം, ചുമ്മാ നടന്നു. ഗുച്ചിയുടെ പെർഫ്യൂം. അവ അവന്റെ മുഖവും കൊണ്ട് ഓടിയ കണ്ട, ഈ സാധനം വർക്കാവൂല. പിന്നെ എന്തിനാണ് വർക്കല്ലേ ഇത്? അല്ല, പറ്റിക്കാനായിരിക്കും. അപ്പോ ഇങ്ങനെ നമ്മൾ അകത്തോട്ട് കയറുമ്പോ ഇതാണ് ദ വേൾഡ് ഫേമസ്. പക്ഷെ ഇപ്പൊ എല്ലാം വിന്റർ കളക്ഷൻ ആണ്. ഇന്ത്യക്കകത്ത് ഫേമസ് സരോജിനി മാർക്കറ്റ്. എന്റെ റീലിന്റെ അകത്തെപ്പോഴും ഫേമസ് ആണോ? നീ സേവ് ചെയ്തിട്ടുണ്ട്? എനിക്കൊന്ന് ഒരുവിധം പെമ്പിളരൊക്കെ ഇവിടത്തെ മാർക്കറ്റ് സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാഗ്സ് ആണ് ഇവിടെ. എന്തൊരു തിരക്ക് ഇവിടെ, നല്ല തിരക്ക് കേട്ടോ. കൈവിട്ട് പോവല്ലേ. സോക്സ് ഒക്കെ വിൽക്കാം, ബെൽറ്റ് ഉണ്ട്, വേണ്ട ലെതർ വാല എന്നൊക്കെ പറയുന്നത്. ഒക്കെ ഉണ്ട്, പൂക്കി ക്ലിപ്പുകൾ. ഞാൻ പണ്ടേടാ എൻ്റെ ഒരു ജൂനിയർ ഉണ്ടായിരുന്നു, ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട്. അവളുമായിട്ട് ആണ് ഞാൻ ആദ്യമായിട്ട് സരോജിനി മാർക്കറ്റിലോട്ട് വരുന്നത്. അന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവിടത്തെ. പക്ഷെ അന്നത്തെ കാട്ടി ഭീകരം തിരക്ക് കേട്ടോ. ഇന്ന് ഇവിടെ തിന്നൊന്നുമില്ല, എനിക്ക് വിശക്കണം. ലെതർ ജാക്കറ്റ് ഉണ്ട്. ലെതർ ജാക്കറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ എവിടെ ഇടാനുടാ? എവിടെയെങ്കിലും പോവും, നമുക്ക് ഉറപ്പില്ലല്ലോ നമ്മൾ പോകൂലെന്ന്. ശരിയാണ്, നല്ല തിരക്ക് കേട്ടോ. നമ്മൾ ഈ മാർക്കറ്റിനകത്തൂടെ നുഴഞ്ഞ് നീങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. പൂരാ ദുക്കാൻ മൊത്തം കടക്കാതെ 200 രൂപയുടെ സെയിൽ കിടക്കുകയാണ്. എത്ര സെയിൽ? 200 രൂപയ്ക്ക് സെയിൽ കിടക്കുകയാണ്. കട മൊത്തം 200 രൂപ. ഈ കട 150. ഇതൊക്കെ 150. ഇതൊക്കെ കുറച്ചുകൂടെ വില കുറഞ്ഞ സാധനങ്ങളാണ്. ഫിക്സഡ് പ്രൈസ്, നോ ബാർഗെയിനിങ്, അങ്ങനെ മണി റീഫണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കണ്ടോ? എനിക്ക് ബാർഗെയിനിങ് ഉള്ള കട മതി. നോക്കാം ഗൈസ്. ഒരു പൂക്കി ജീൻസ് കണ്ടുകൊണ്ട് വർഷ 200 രൂപ സെയിലുള്ള ഒരു കടയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എനിക്ക് അവൾ ഉദ്ദേശിച്ച പൂക്കി ജീൻസ്. അല്ലേ, എനിക്ക് ഇങ്ങനത്തെ വേണ്ട, ഞാൻ ബ്ലാക്ക് ആണ് നോക്കണം. ഓ നിനക്ക് അതിൽ പൂക്കി ഇല്ലല്ലോടാ. അതിൽ പൂക്കി ഇല്ല എന്ന് വെച്ച് ഇട്ടുണ്ടടക്കാൻ പറ്റൂലേ? ഇതിൽ കുറച്ച് ചെറിയ പൂക്കിയുണ്ട്. ആ പൂക്കി എനിക്ക് ഇഷ്ടമല്ല. ആ പൂക്കിയും വേണ്ടേ? ഈ കട നിറച്ച് 200 രൂപ കേട്ടോ പറയുന്നത്. 200 അല്ലേ? എല്ലാരും പറഞ്ഞില്ല.
ഇതൊക്കെയാണ് ഇടുന്നത്. ഓ, ഇതൊക്കെയാണല്ലേ കൂടുതലായിരിക്കും. അതാണ്ട് ജാക്കറ്റ് കിടക്കുന്ന നോക്കിയാണ്. പക്ഷെ ഇതെല്ലാം വിന്റർ വെയർ ആയിപ്പോട്ടാ, നമുക്ക് അതിന്റെ ഒരു ഉപയോഗമില്ല. വന്ന ടൈം കറക്റ്റ് ആയി. ഇത് 600 രൂപ കേട്ടോടാ, സെയിലെന്നും പറഞ്ഞിട്ട്. ഇത് 600 നോ ബാർഗെയിൻ. ബാർഗെയിനിങ് പഠിക്കാൻ വന്ന എൻ്റെ അടുത്ത് നോ ബാർഗെയിനിങ് എന്ന്. ഇത് ബ്ലാക്കാ भैया वो ब्लैक वाला दिखाना. हाँ हाँ जी वही 850 का 850 രൂപയാണ് ഇതിനാണെങ്കിൽ പിന്നെ ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. ആണോ? അതിന് 850 രൂപയാണോ? അത് കൂടുതലാണോ? ഇവിടത്തെ ഒരു ഇത് വെച്ചിട്ട് കൂടുതലാണെന്ന് തോന്നുന്നല്ലേ? കൊള്ളാല്ലേ, നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം. കയറി ഒന്ന് ചോദിച്ചു നോക്കാം. വീണ്ടും വീണ്ടും നമ്മൾ തിരക്കിനിടയിലേക്ക് ഇറങ്ങിയാണ്. എന്റെ പള്ളി, ഞാൻ ചുമ്മാ പറയല്ല കേട്ടാ, നിങ്ങളുടെ കിഡ്നി ഇവിടെ നയിച്ചോണ്ട് പോയാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവാൻ പോണില്ല, കാരണം അത്ര തിരക്ക്. എന്തൊരു വിളിച്ച്? കാർത്തിക് സൂര്യന്ന് വിളിച്ചാ? ഇവിടെ മലയാളിയെ കടയുണ്ടോ? സാധനം വാങ്ങിക്കാൻ വന്നായിരിക്കും. ഈ 150 രൂപയ്ക്ക് ഇവിടെ കിട്ടും സാധനം സെയിലെന്ന്. ഇവിടെ 200 രൂപയ്ക്ക് ബാലു സ്വെറ്റർ. ഇതൊക്കെ നല്ലത് തന്നെയാടാ. 200 രൂപയ്ക്കുള്ള കൊണ്ടായത് ഇല്ലല്ലേ ഗൈസ്? മുത്ത് വെച്ച ചട്ടികൾ ബാടികൾ വിൽക്കുന്ന കട ഇവിടെ ഉണ്ട്. ഈ മുത്ത് എന്തിനാടാ അതില്? എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ബണ്ണിയുണ്ട് പറഞ്ഞില്ലേ, വ്യത്യസ്തമായ ഒരു രാജ്യം. അതാണ് സരോജിനി നഗർ മാർക്കറ്റ്. ഈശ്വര, ഇത് എവിടെ നിന്ന് എന്ത് വാങ്ങിക്കൂടാ നമ്മള്? സ്കർട്ടൊക്കെ ഉണ്ടല്ലേ? നോക്കണ സ്കർട്ട് കട. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറട്ടെ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ജാക്കറ്റ് ഒക്കെ ഇഷ്ടപ്പെട്ട് ചോദിച്ചു നോക്കണം. ഇത് മാത്രമേ നല്ല കുറച്ചെങ്കിലും ക്വാളിറ്റി ഉള്ളൂ. ചോദിച്ചു നോക്കി എത്രയാണെന്ന്. ഹൗ മച്ച് എന്ന് ചോദിക്കും. 450 അപ്പം തുടങ്ങാം. എത്ര പറയട്ടെ പൊന്നി? 200 150 അങ്ങനെ പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടാ. 450 भैया 150 150 200 कितना कम नहीं होता है. 350 कर दो. 200 भैया 250 ऐसे बढ़ते रहो जब नहीं 250 समझा करो. नहीं पड़ रहा है लास्ट था जो सही 300 320 320 വാങ്ങി തരുമോ? ഞാൻ വാങ്ങിച്ചു. അല്ല नहीं 300 का कर दो. 250 ആണോ? മതി, അല്ലാതെ 450 ഇതില്ല. ആണോ? ഇപ്പൊ എന്തിനെടുക്കണ? ഇത് എത്രയാണ് പറഞ്ഞത്? 250 भैया 300 बोल 250 आ गए. 250 आपने बोला 300 के, हमने 350. नो भैया 250 नहीं पड़ रहा है. समझा करो, इतना कम नहीं होता है. कम कर दिया ऑलरेडी आपको. 450 ആണ്. ഇത് 200 പോലും ഇല്ലല്ലേ? ഇല്ലേ? बढ़िया पीस वेंचर कपड़ा है, देख रहे हो. തണുപ്പൊന്നും മാറൂല, ഇത് നല്ല തണുപ്പുണ്ട്. भैया ये 250 है. 250 ले जाओ. 100 रुपए 300 कर रहे हैं. नो भैया 250. ഫസ്റ്റ് കസ്റ്റമർ ആയതുകൊണ്ട് ഫസ്റ്റ് കസ്റ്റമറാ ഞാൻ. 300 തരാം. വരെ നിൽക്കണതാ. दुकान है. बहुत सारे. ये मेरा सिर्फ है. पहले ये वाला ये लो 300. 250 ആണെങ്കിൽ എടുക്കാം. 250 കൊടുക്കാം. 250 കിട്ടിയാ ഇപ്പൊ ആളുകൾ കമന്റ് ഇടും ഇത് 250 ഇല്ല. വർഷബി 450 സാധനം 250 വാങ്ങിച്ചേക്കണേ. ഇനിയും കുറയോ? ഞാൻ റീൽസ് കണ്ടിട്ടുണ്ട്. അത് ഞാൻ കേട്ട് 250 300 ഓക്കെ ആണ്. അതൊക്കെ ഞാൻ ചോദിക്കാം. ഇനി അടുത്ത കടയിൽ ചിലപ്പോ ഞാൻ പറയും മേരാ പതി അനുവദിക്കൂല. എങ്ങനെ പറയും? मतलब हस्बैंड मानेगा नहीं. हस्बैंड के साथ मणि नहीं है भाई. ഇത് കൊള്ളാം കേട്ടാ. അങ്ങനെ 450 രൂപയുടെ സാധനം 250 രൂപ. ഇതൊക്കെ ഇത് അല്ല, ഇതൊന്നും കുറയുമായിരിക്കും. പിന്നല്ലാതെ 250 തരാമെങ്കിൽ എനിക്ക് 150 തന്നൂടെയാകും. ഇരിക്കട്ടെ, നമുക്ക് എയർപോർട്ടിലൊക്കെ പോകുമ്പോ ഇടാം.
മലയാളിയാണോ? ഈ തിരക്കിന്റെ ഇടയിൽ മുന്നോട്ട് നീങ്ങിയാലല്ലേ എന്തെങ്കിലും വാങ്ങാൻ പറ്റും. എന്തൊരു തങ്കി. ഇത് വേണോടാ? ഇതുപോലത്തെ സാധനം അവളെ തന്നെ എനിക്ക് ഓർമ്മ വന്നു പെട്ടെന്ന് കണ്ടപ്പോ. ആഹാ എടി മാജിക് സാധനം 4 തുറന്നു വരുമെന്ന്. അത് വേണോ? ഇതൊക്കെ എന്താ? ഇതൊക്കെ ഇത് കൊള്ളാല്ലേ? രസമുണ്ടല്ലേ? അയ്യോ ഞാൻ മിക്കവാറും ഈ തള്ളിന്റെ ഇടയിൽ പെട്ട് ഞാൻ ചതഞ്ഞരയും സുഹൃത്തുക്കളെ. ഇതിന് അങ്ങനെ ഊരണം. ഏത് 2 പീസ് എന്ന് പറഞ്ഞാൽ ഇതും പിന്നെ ഒരെണ്ണം കൂടെ. ഓ അത്രക്കുണ്ടോ ഇത്? ഇല്ലല്ലേ? ഇതെന്താ ഇത്? സുഹൃത്തുക്കളെ തങ്കാങ്കി. ഇവന്മാരെന്തൊരു കാണിക്കണം പറയ കിടന്നുകൊണ്ട്. നല്ല തിരക്ക്. നീങ്ങി നിന്ന് തള്ളിയാ മതി. ഞാൻ ഇവിടെ തള്ളിക്കോളാം. അല്ല അവന്മാര് കുറച്ച് നേരമായിട്ട് ഇവിടെ തള്ളാണ്. അവൻ പിടിച്ചിട്ട് കമ്മലും എടുക്കാൻ നോക്കണം. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് സൂസുനെ വിളിച്ചു നോക്കട്ടെ. അല്ല വേണോന്ന് അവർക്ക്. ലേഡീസ് ടോക്സ് ഗൈസ്, ഞാൻ കഴിഞ്ഞു വരാം. അടുത്ത ഒരു കടയിൽ എത്തിയപ്പോഴത്തേക്കും ഈ ഒരു സാധനം അവർക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. one piece है 50 में निकालूं? അവിടെ ചെല്ലാം. 3-4 ഡിസൈൻ स्टार फिश भैया ये कितना है भैया? 30 का एक है 50 30 का 150 में. ഓ 30 ക്ക് 150 2 ഇതിന് നമ്മൾ ബാർഗെയിൻ ചെയ്യും. അതെനിക്ക് അറിഞ്ഞൂടാ. ചെയ്യട്ടാ? ചോദിച്ചു നോക്ക്. വേണോന്ന്. വീഡിയോ എടുക്കല്ലോ. ഞാൻ വീഡിയോ എന്റെ ബാർഗെയിനിങ് ഞാൻ ഇപ്പൊ ക്യാമറ ഇല്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. 30 പറഞ്ഞു, ഞാൻ 10 പറഞ്ഞു. നീ എന്തിനു ചിരിക്കണത്? ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു കേസ്. അപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്ന തിരിച്ചിട്ടിട്ട് മാറി അടുത്ത കസ്റ്റമർ വരട്ടെ. മഞ്ജു ആരുടെ മഞ്ജു? പക്ഷെ നീ മഞ്ജു എന്തായിരുന്നു പറഞ്ഞത്? മഞ്ജു ആരടാ? ഓ ഹലോ. ഹിന്ദിക്കാരൻ പറയുന്നത് നിങ്ങൾ എവിടെ നിന്നടാ? പട്ടാമ്പിന്ന്. ഡൽഹി കാണാൻ വന്നതാണോ? കാശ്മീർ പോയാ? നിങ്ങൾ കാശ്മീർ പോയാണോ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നിങ്ങളിന്ന് പഠിക്കുകയാണോ? ഏത് കോളേജ്? പാലക്കാട് റോയൽ കോളേജ്. അടിപൊളി. എല്ലാവരും കണ്ടതിന് സന്തോഷം. എടുക്കാമല്ലോ. പിന്നെന്താ? ഹായ്. ഇതിന്റെ ഇടയിൽ മലയാളികളെ കണ്ടപ്പോ എന്തൊരു സന്തോഷമല്ലേ? അവന്മാരുടെ അവരാ എവിടെ? നീ എവിടെ പോണ? പക്ഷെ അവന്മാരെ കണ്ട ആവേശത്തിന്റെ ഇടയില് എന്റെ അവിടത്തെ ബാർഗെയിനിങ് പുഴുപ്പങ്ങ് മാഞ്ഞു പോയി കേസ്. 30 രൂപയുടെ സാധനം ഇപ്പൊ 10 രൂപ വെച്ചാൽ കിട്ടൂലേ? 10 എനിക്കിത് അറിഞ്ഞൂടാ. ആ കാണുന്ന ജട്ടിക്ക് പോയി വില വേസിട്ട് വരാം. ജട്ടിക്കൊന്നും ആരും വില വേസൂലെന്ന് തോന്നുന്നു. പിന്നല്ലാതെ ചെരുപ്പ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഇട്ട ഷൂ ഓർമ്മ വരുന്നു എനിക്ക്. ഇപ്പൊ ഇതൊക്കെ ഫാഷനാണ്. ഇതൊരു സ്വർഗമാണ് അല്ലേ? ലിറ്ററലി നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹിക്കാൻ പറ്റുമോ ഡ്രസ്സിങ്ങില് അതെല്ലാം ഇവിടെ കുറഞ്ഞ വിലക്ക് കിട്ടും. സെയിൽ 250 എഴുതി വെച്ചേക്കാണ്. വേണോ? ഓ ഞാൻ നോക്കല്ലേ. നോക്കട്ടെ. അതല്ലേ നല്ലത്. ഓ അത് കുറച്ചുകൂടി ക്ലാസ് ഉണ്ട്. ഭയ്യ ये वाला डिजाइन दे दोगे आप? ये वाला ഇത് സെയിൽ എന്ന് എഴുതി വെച്ചേക്കാണ് 250. ഇതിന് ബാർഗെയിൻ ചെയ്യാൻ പറ്റുമോ? എനിക്ക് അറിഞ്ഞൂടാ. ചോദിച്ചു നോക്കണോ? ഞാൻ ചോദിക്കണ്ടേ പ്രാവശ്യം? ഞാൻ ചോദിക്കണോ? ഇവിടെ വീഡിയോ എടുക്കാൻ. ब्लैक कलर भैया. भैया कितने का मिल जाएगा? 150 का दे दो. ഇത് वाला 250 के തരുവോളൂ. 250 भैया थोड़ा कम करो. ഫിക്സ് സെയിൽ ഫിക്സ് പ്രൈസ്. 250 ക്ക് നഷ്ടവും ഇല്ല. 2 ദിവസം ഇടുമ്പോ കീറുകയും ചെയ്യും. പിന്നല്ലാതാ ഇതൊക്കെ ഒരു ഒട്ടിപ്പിലിരിക്കണതല്ലേ. നമുക്ക് വല്ലപ്പോഴും ഇടാം.
ഫാഷന് വേണ്ടി വെള്ളം നനയ്ക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് ചോദിച്ചാണ് വെള്ളം വീണ भैया ये पानी अगर गिर गया तो खराब हो जाएगा खराब ആവൂല അത് ചുമ്മാ ഇതാരോ ഒരു ചേച്ചി എൻ്റെ കൂടെ ഒന്ന് പാത്രം എടുത്തോണ്ട് പോകും അല്ല പെട്ടി എടുത്തോണ്ട് പോകണം ഇത് എത്ര പറഞ്ഞ 250 മാറിക്കൂടാ ചേച്ചി ഇതെടുക്കട്ടെ അത്രയൊക്കെ മതി भैया ये 200 में दे दो ना 200 नो चेंज ഇല്ല വാങ്ങണ നീ അറിഞ്ഞൂടാ. ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോ മേടിച്ചോ വേണോ വേണ്ടേ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ കൺഫ്യൂഷനിലായി എടുക്കട്ടാ വേണ്ടല്ലേ എടുത്തോളൂ വേണ്ടേ 200 പിന്നെ എടുക്കണം വേണ്ടേ വേണ്ട വേണ്ട നെയ് വാ പോവാ അയ്യോ പിടി എന്റെ ഷൂസ് ഇടാണോ ഇനി ഷൂ ഇടാൻ പാടാണ് 250 രൂപയുടെ ചേട്ടനത് എടുക്കാല്ലേ അത് എടുക്കാം അത് ആക്ഷൻ ഇട്ടിട്ടൊന്നും അങ്ങോട്ട് അടുക്കണില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമായി ഡൽഹിയിലുള്ള പമ്പുള്ളവർക്കൊന്നും വെസ്റ്റ് സൈഡിലോ ഒന്നും പോണ്ട അല്ലെങ്കിൽ H&M ഒന്നും പോണ്ട കാരണം അവിടെയൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞാൽ അതിന്റെ ചീപ്പർ ക്വാളിറ്റി സാധനം. അപ്പം ഇത് കണ്ടമാനമുണ്ട് 350 രൂപ ഫിക്സഡ് പ്രൈസ് അവിടെ പോകുന്നുണ്ടോ ഇതൊക്കെ നീ 250 രൂപയുടെ എടുത്തോ അതിനൊക്കെ ഇഷ്ടപ്പെട്ടല്ലേ മേളിലൊക്കെ ഇരിക്കുന്നുണ്ടോ ദൂരം ഡിസൈൻ ഈ പെമ്പിളർക്കുള്ള പരിപാടിയാണ് അക്സസറൈസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറെ സാധനങ്ങളൊക്കെ അങ്ങ് എടുത്തിട്ട് അതൊക്കെ അങ്ങോട്ട് കൂട്ടിച്ചേർത്തിടുമ്പോഴത്തേക്കും ഒരു നല്ലൊരു ഔട്ട്ഫിറ്റിലോട്ട് എത്തും. നമ്മളത്ര മെനക്കെടാറില്ല പൊതുവെ പയ്യന്മാര്. ഇപ്പൊ പയ്യന്മാരൊക്കെ മെനക്കെടാറുണ്ടോ? നിങ്ങൾ മെനക്കെടുന്ന പയ്യനാണോ മെനക്കെടാത്ത പയ്യനാണോ? കമന്റ് ഡൗൺ ബിലോ. സുഹൃത്തുക്കളെ അത് ഞങ്ങൾ അടിയറവ് പറഞ്ഞ് 250 മേടിച്ചിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻ. ചിലപ്പോൾ 2 എടുത്താൽ ചിലപ്പോൾ വില കുറച്ചായിരിക്കും. 2 വേണോ? വേണ്ട. ഗൈസ് ഇത് ഒരു 30 രൂപ കടയാണ് കേട്ടോ. എല്ലാം 30 രൂപയാണ്. അതാണ്ട് മേക്കപ്പ് ബ്രഷ് ഉണ്ട്, സ്ലൈഡ്, ചീപ്പ്, ഇതൊക്കെ മറ്റേ മേക്കപ്പിന്റെ മറ്റേ ഇതുണ്ടല്ലോ എന്തിനു പറയണ സ്പഞ്ച് അത് തന്നെ അതെല്ലാം 30 രൂപയാണ്. വേണ്ട ഫുൾ പാക്കറ്റിൽ 4 അടക്കണൊക്കെ ആ റേറ്റിന് തന്നെ വരില്ലേ. ആ നഖമൊക്കെ കിടക്കണടാ. അയ്യോ ഗൈസ് നഖമൊക്കെ ഉണ്ട് 30 രൂപയാണ് ഇതെല്ലാം. ഇത്രയൊക്കെ പറയണ ഏത് ഇതാ ക്വാളിറ്റി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ക്വാളിറ്റി ഇല്ലല്ലേ? 2 ദിവസം കഴിയുമ്പോ പോകും തോന്നണല്ലേ. പക്ഷെ 30 രൂപയ്ക്ക് 2 ദിവസം കഴിയുമ്പോൾ ഇത് ഇതിന്റെ ഷേപ്പ് വിചിത്രമായിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാം. അത് തന്നെ ഇത് കണ്ണിലൊക്കെ മറ്റേ ഇങ്ങനെ മേക്കപ്പ് ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് പിള്ളേർ. വേണോ ഇവിടെ എന്തെങ്കിലും വേണോടാ? നോക്കാം. ഞങ്ങൾ ഇത് ഒരെണ്ണം എടുത്ത് കേസ് ഇത് ഉപയോഗമുള്ള തന്നെയല്ല നമുക്ക്. ഇതെന്തോ കേസ് മീൻ വിൽക്കുന്ന എവിടെ ഇരുന്ന് നമ്മളിവിടെ ചന്തയിൽ മീനൊക്കെ വിൽക്കുന്നതാണ് സോക്സ് ഒക്കെ വെക്കണത്. ആഹാ നല്ല ഭംഗിയുള്ള സ്ട്രീറ്റ് ആണല്ലോ. അയ്യോ ഓക്കെ കൂക്കി ക്ലിപ്പുകളാ പെമ്പിളർക്ക് ഇഷ്ടപ്പെട്ടൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. നമ്മുടെ ഫീമെയിൽ സബ്സ്ക്രൈബേഴ്സിന് മറ്റേ സ്വർഗം കിട്ടിയാണൊക്കെ ആയിരിക്കും. അയ്യോ ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ കാണിക്കണം. അതൊക്കെ ഇങ്ങനെയുള്ള കളക്ഷനുകളാണ് സുഹൃത്തുക്കളെ ഇവിടെ ഉള്ളതൊക്കെ. പൂക്കി ബണ്ണല്ലേ? ഓ ഗൈസ് അപ്പോൾ പയ്യന്മാരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് ഇതാണ് പൂക്കി ബൺ. തിന്നാൻ പറ്റൂല അത്. ബാർഗെയിനിങ് ചെയ്ത് ഞങ്ങൾ തളർന്നു ഗൈസ്. എന്നെ കൊണ്ട് പറ്റണില്ല, അത് വേറെ കാര്യം. അപ്പൊ നമ്മൾ നടന്ന് വന്നപ്പോഴത്തേക്ക് ഇത് ഒരു സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പ് ബൂട്ട്സ് കട പ്ലോട്ടിനകത്ത് ഇരിക്കുന്ന ഒരു സംഭവമാണ്. ഷോപ്പിംഗ് ഒരു കമ്മ്യൂണിറ്റി പോലെയാണ് ഈ സരോജിനി മാർക്കറ്റ്. അപ്പോൾ അതിന്റെ ഒരു മുക്കിലെത്തിയപ്പോഴത്തേക്കും കേസ് ഇവിടെ പുറത്ത് ഹൽദിറാംസിന്റെ ഇത് കണ്ടു. അപ്പോൾ അവിടെ പോയി എന്തെങ്കിലും കഴിക്കാം. തിരിച്ചു വന്നിട്ട് ബൂട്ട്സ് നോക്കണം നോക്കിയിട്ട് പോവാം. വിശക്കണല്ലേ? എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. നോക്കടാ നോർത്ത് ഇന്ത്യൻ കൈനോട്ടക്കാരൻ നോക്കുന്നോ നീ? വേണ്ടല്ലേ പോയി കഴിഞ്ഞാൽ ഹിന്ദിയിൽ നിനക്ക് നിന്റെ രാശി അറിയാൻ പറ്റും. വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ആവും. കഴിച്ചിട്ട് വന്ന് നോക്കണം തീരുമാനിക്കാൻ. എനിക്ക് വിശക്കുന്നു. ഹൽദിറാംസ് കയറാം. ഹൽദിറാംസ് എപ്പോഴും ഒരു സേഫ് ഓപ്ഷനാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് തളർന്നു വരുന്ന പാവപ്പെട്ട ആൾക്കാർ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കും. സുഹൃത്തുക്കളെ എനിക്കിവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ് കേസ്. നാട്ടിൽ എല്ലായിടത്തും ഇവിടെ ഇരുന്ന് സ്കാൻ ചെയ്യുമ്പോൾ ഫുഡ് ഇവിടെ അങ്ങെത്തും. ക്യൂ നിൽക്കണ്ട, ഒരു ടെൻഷനും ഇല്ല. ഫുഡ് ഇതാണ് വർഷം ഓർഡർ ചെയ്ത രാജ് കച്ചോറി. വലിയ പാനിപൂരി. പാനിപൂരി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. കൊതിയാവും.
യമ്മി ഓക്കെ യമ്മിയാണ് കഴിച്ചത്. രാജ് കച്ചോറിയുടെ അകത്ത് ഒരുപാട് ഐറ്റങ്ങളുണ്ട് കേട്ടോ. പിന്നെ മാതളം മുതൽ ഉരുളക്കിഴങ്ങ്, ഇടയ്ക്കൊരു വടയൊക്കെ എനിക്ക് കിട്ടിയെന്നു. അത് തൈര്, മറ്റേ പച്ച പുതിന ചട്നി, മിക്സർ, അച്ചാറ്, ടച്ചിങ്സ് എല്ലാം ഉണ്ട് കേസ്. ഇത് എൻ്റെ ഐറ്റം കേസ്. ഒരു പ്ലേറ്റ് ചോല ഭട്ടൂര്. ഇത് ചോലയാണ് കേട്ടോ. ചോല എന്ന് പറഞ്ഞാൽ നമ്മുടെ കടല. അതിൻ്റെ കൂടെ കഴിക്കാനുള്ള മുളക് ബോണാപ്പിൾ. ഇത് ഞാൻ ഓർഡർ ചെയ്ത കേട്ടോ. ഇതിൻ്റെ പേര് ഛാസ് എന്നാണ്. ഛാസ് അല്ല, ഛാസ്. മോരും വെള്ളം ഇവിടത്തെ. ഹൽദിറാംസിൻ്റെ മണ്ടേ എന്ന് നോക്കിയാൽ നമുക്ക് സരോജിന് ഒരു ഐഡിയ കിട്ടും കഴിയും. അതാണ്ട് അവിടെ മുതൽ ഇവിടം വരെ ഇന്നേ സ്ക്വയർ ഷേപ്പ്, സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പോ, അതാണ് സരോജിനി മാർക്കറ്റ്. ആ തിരക്കൊന്ന് നോക്കിയാണ് നിങ്ങൾ. എന്തല്ലേ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. തിരിച്ച് ഞങ്ങൾ ആ കെയോസിന്റെ ഇടയിലോട്ട് കയറാൻ പോവാണ്. എടാ നമുക്കുള്ള ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ വിന്റർ? നമ്മളവിടെ ഈ വിന്റർ ഇടാനുള്ള സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇവിടെ അല്ലേ തണുപ്പ്. അതെ, നമ്മൾ വന്ന സമയം റൈറ്റ് അല്ലേ? നമ്മൾ ഇതിനു വേണ്ടി വന്നതല്ലല്ലോ. അല്ല, നമ്മള് പോണ വഴി കയറിയതാണെങ്കിലും ഇതല്ല റൈറ്റ് ടൈം. നമ്മുടെ അവിടുത്തെ ഷോപ്പിങ്ങിനൊക്കെ സമ്മറാണ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ ബാഗ് വാങ്ങാം, ഷൂസ് വാങ്ങാം, അതൊക്കെ വാങ്ങാം. പിന്നെ തണുപ്പ് കൂടുന്നുണ്ട് കേട്ടോ. അതെ, ചെറുതായിട്ട് ഇന്ന് തണുപ്പ് കയറുന്നുണ്ട്. പക്ഷെ ഈ തണുപ്പ് ഇപ്പൊ കുഴപ്പമില്ല. അതെ, കാരണം നോക്കണോ കൈ? വേണ്ട, ഉറപ്പാ. മഞ്ഞിൽ കളിക്കുകയായിരുന്നില്ലേ ഞങ്ങൾ 2 ദിവസം മുന്നേ? നോക്കണോ? നോക്കണോ? റസാത്തിമാര് ഇറുക്ക് സത്യം. തത്ത കഥ സൊല്ലും ബാക്കി. നമ്മൾ നടന്ന ഒരു ബൂട്ട് കട എത്തി. ലൂയി വിട്ടോൺ 400 രൂപ. 400 പക്ഷെ നമ്മുടെ അവിടെ ഈ വില കിട്ടുമോ? ഇത് ഇല്ലല്ലേ? ലൂയി വിട്ടോന്റെ അല്ല, ഈ മോഡൽ. ഇതിപ്പോ ഇട്ടോണ്ട് നടന്നാൽ തന്നെ അറിയാം ഇത് ലൂയി വിട്ടോൺ ആയിരിക്കൂല. പിന്നല്ലാതെ എനിക്കിതൊന്നും ഇല്ലാത്തത് മതി. ഓക്കെ, ഇഷ്ടമുള്ള ഒരു ബൂട്ട്സ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഭയ്യ കിतना? 400 കൂടുതലാണോ? കൂടുതലാണോ ചോദിച്ചാൽ കൂടുതലാണല്ലോ അവരിട്ട് വിൽക്കണത്. എന്താടാ കേട്ടില്ല? കൂടുതലായിരിക്കുമല്ലോ അവരിട്ട് വിൽക്കണത്. 300 अरे यार, എന്റെ കുണ്ടിലില് ബാർഗൈനിങ് എഴുതിയിട്ടില്ല. വേണമെങ്കിൽ എടുത്തിട്ട് പോവാ. ഞാൻ എന്തിനു ചോദിക്കാം? എന്റെ രണ്ടാമത്തെ ബാർഗൈനിങ് സംരംഭവും ഒരു വൻ പരാജയമായിരിക്കുകയാണ്. ഇതെന്താണ് എനിക്ക് പറ്റാത്തത്? ഇനി ഞാൻ ബാർഗൈൻ ചെയ്യണില്ല. ഇനി എന്തെങ്കിലും ബാർഗൈൻ ചെയ്യണമെങ്കിൽ നീ ബാർഗൈൻ ചെയ്തോ. ഞാൻ എടുക്കണമെന്നൊന്നും ഒരു അവസരം തന്നപ്പോ എന്ത് തിരക്കാണ് ഇവിടെ. നമുക്ക് വീട്ടിൽ പോവാ. എവിടെ? ഇവിടെ കുറെ ബാഗ് ഇരുന്നു. അപ്പൊ ഇതിനകത്ത് 350 ഒരെണ്ണം നമ്മൾ നോക്കി. അതിനിപ്പോ അവള് വില പറഞ്ഞോണ്ടിരിക്കുകയാണ്. 320 വരെ എത്തി. 250 ഓക്കെ. 50 ഡിസ്കൗണ്ട് 300 രൂപയ്ക്ക്. 250 നോ प्लीज भैया, भैया प्लीज भैया 250 दे दो ना. 300 भैया. 300 भैया he won't give me money. ലൂമിന കൊള്ളാല്ലേ? കൊള്ളാം, ഒരു വെറൈറ്റി ബാഗ് ആയിട്ടുണ്ട്. 250 दे दो ना भैया. 260 ലാസ്റ്റ്. അങ്ങോട്ടല്ലേ ഇങ്ങോട്ടല്ലേ? 260 എന്നാ 265 ഭയ്യ. നീ എന്ത് വിളിയാടിയത്? കൊള്ളാല്ലേ? 260 ഭയ്യ. 260 ഭയ്യയുടെ മുഖം കണ്ട അറിയാം. 260. സത്യം മലയാളത്തിലായിരിക്കണമായിരുന്നു. എനിക്ക് ഞാൻ ഇന്ന് 280 വരെ എത്തി. 265 ഭയ്യ. 265 270
അങ്ങേരെ സാധനവും കുറച്ച് മേടിച്ച് അങ്ങേരെ കൊണ്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന് എക്സ്ട്രാ ഡിസ്കൗണ്ട് തരുമെന്ന്. ആദ്യമേ ഇനി എല്ലാ കടയിലും ഒന്ന് അത് ആദ്യമേ കാണിച്ചു യൂട്യൂബ് ചാനലാ 3 മില്യൺ ഒക്കെ ഉണ്ടോന്നൊക്കെ നോക്കി ഭയങ്കര പോയി. ചോദിക്കണെന്ന് എന്തൊരു കിട്ടാത്തത്. ചോദിക്കുമ്പോ അവരടുത്ത് തിരിച്ചിട്ട് പൊക്കോന്നോ. ഞാൻ മൂഡ് ഓഫ് ആണ്. കേരളത്തിൽ ബാർഗെയിൻ ചെയ്യാൻ പറ്റാത്ത. ഇത്ര നാൾ ഡൽഹി കിടന്നിട്ട് എന്ത് കാര്യമൊന്നല്ലേ. ഹിന്ദി പഠിച്ച് പക്ഷെ ബാർഗെയിൻ ചെയ്യാൻ പഠിച്ചില്ല. നടക്കണ കടയൊക്കെ നോക്കാം. എനിക്ക് ഇങ്ങനത്തെ പയ്യന്മാരുള്ള കടയിൽ കൊണ്ടാക്കി അങ്ങനെ സോപ്പിട്ട് ചാക്കിലാക്കി അടുത്തായിട്ട് എന്തുവായിട്ട് അരപ്പട്ടെ ജീൻസ് ഇടുമ്പോഴേ. ജീൻസ് ഇടുമ്പോ ഇതെവിടെ ഇടും? ഇവിടെ ഇടും. ഓ ഇടുപ്പിലല്ലേ ഫാഷൻ. भैया ये कितना है? भैया अरे भैया भैया ये कितना है? 280 280. ഞാൻ ഒന്ന് മീഷോയിൽ നോക്കട്ടെ. മാർക്കറ്റ് റിസർച്ച്. ഈ കട ഇപ്പോഴാണ് കിട്ടിയത്. ഇതാണ് സരോജിനി പ്രോ ശരണ്യ നന്ദകുമാർ ഫ്രം കേരള പറഞ്ഞ ബിഗ് സി എന്ന് പറഞ്ഞ കടയും അതിന്റെ ആ ലൈനും ഇവിടെയാണ്. അവള് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബാർഗൈനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം അല്ലേ? ഓക്കെ, ഇവിടെയും കൂടെ ഒന്ന് ഞങ്ങൾക്ക് ഇറങ്ങി നോക്കട്ടെ. ഗൈസ് ഇതുണ്ടല്ല, ഏതെടുത്താലും 200 എന്നുള്ള കടയാണ്. പക്ഷെ ഇതെല്ലാം വിന്റർ ക്ലോസ് ആയി പോയി. നമുക്ക് സമ്മർ ടൈമിൽ വന്ന് അതെ ഒരു വരെ വാങ്ങാം ഗൈസ്. ഇതിപ്പോ നമുക്ക് എന്ത് വാങ്ങിയാലും ഒന്നും ഇടാൻ പറ്റൂല. ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ബാർഗൈൻ ചെയ്തൊക്കെ വാങ്ങിയിട്ടുണ്ട് ആവശ്യമുള്ളതൊക്കെ. നല്ലതായിരുന്നു. ഐ ആം ഹൈലി ഇംപ്രസ്ഡ്. ഓജി മറ്റേ ബാർഗൈനിങ് ചെയ്യുന്നവർക്ക് ഇത് എന്റെ പള്ളി ഞാൻ അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതേ ബാർഗൈൻ ചെയ്തു. അമ്മ എന്റെ ഒരുപാട് നഷ്ടം അവർക്ക് വരുത്തിയില്ല. നീ അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ബാർഗൈനിങ് ആയിട്ട് തോന്നി. നേരത്തെ അരപ്പെട്ട ബാർഗൈനിങ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ വില കൂടുതൽ പറഞ്ഞല്ലേ 280 അത് 150 ആണ്. വലുത് ചോദിച്ചാൽ 250. അവിടെ 280 ആയിരുന്നു. ഇവിടെ 250 ആയിരുന്നു. ഇത് കൊള്ളാല്ലേ കുഞ്ഞ് മേടിക്കണോ? എത്ര പറഞ്ഞ? 150 ചെയ്ത് നോക്കണോ? എനിക്ക് വേണ്ട. ഒരു വർഷത്തേക്കുള്ള ബാർഗൈനിങ്ങിന്റെ ക്ഷീണം ഞാൻ ഇത് നമുക്ക് ബീച്ചിലൊക്കെ പോകുമ്പോ ഇടാൻ പറ്റിയ ടൈപ്പ്. കക്ക ഇറച്ചി അല്ല, കക്കത്തോര അല്ല, ചിപ്പി, മുത്തുച്ചിപ്പി അല്ല, ഒന്നുമില്ല. ഇത് കളർ പോവും. കളർ പോവോ? കറുത്തു പോവും. അല്ല എനിക്കറിഞ്ഞൂടാ. പോവോ അല്ലേ? സൂര്യകാന്തി നമ്മൾ എടുക്കണ്ടെല്ലാം തീരുമാനിച്ചു. എനിക്ക് ബാർഗൈൻ ചെയ്യാൻ തോന്നണില്ല. ഇപ്പുറത്ത് 100ന്റെ വിലയുള്ള സാധനം കണ്ട്. ആണോ? അടുത്ത് നമ്മൾ 100ലേക്ക് എത്തിയിരിക്കുകയാണ്. അയ്യോ, ഞങ്ങളുടെ ആത്മാവ് വരെ എന്റെ പുറത്ത് വന്നു കേസ്. ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സരോജിനി നഗർ മാർക്കറ്റ്? പക്ഷേ ഇന്ന് ഇവിടെ ഒന്നും ഇല്ല നമുക്ക് എടുക്കാൻ. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചെന്നറിയാമോ? പണ്ട് ഞാൻ വന്നപ്പോഴേ ഫിക്സഡ് പ്രൈസ് ഇത്രയും കൂടുതലായിട്ട് അവർ ഇട്ടിട്ടില്ല. ഞാനും കണ്ടിട്ടുള്ളതിലൊക്കെ ഫിക്സഡ് പ്രൈസ് അല്ല, ബാർഗെയിൻ ചെയ്യും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ബാർഗെയിനിങ് കൂടുതലായതുകൊണ്ട് ഇവര് ഫിക്സഡ് പ്രൈസ് ആക്കി. അപ്പൊ പറ്റണില്ല. എന്നാലും ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ രണ്ട് വട്ടം. അപ്പോ ഞങ്ങളുടെ സരോജിനി മാർക്കറ്റ് അഡ്വഞ്ചർ ഇവിടെ അവസാനിക്കും സുഹൃത്തുക്കളെ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ പാക്ക് ചെയ്തിട്ട് നമുക്ക് പതുക്കെ എയർപോർട്ടിലോട്ട് വാങ്ങണ ഡ്രസ്സൊക്കെ എനിക്ക് തോന്നുന്നു 1-2 അത്ര യൂസിനൊക്കെ പറ്റൂ. കഴുകുമ്പോ തീർന്നു. എടാ ഈ എന്ന് പറഞ്ഞാ അങ്ങനെ സ്റ്റൈല് നോക്കുന്ന ആൾക്കാർക്കൊക്കെ വാങ്ങി ഒരു 2 വട്ടം അതങ്ങ് ഡിസ്പോസ് ചെയ്യാൻ പറ്റണ ഒരു സെറ്റപ്പ് ആണ്. എനിക്കൊന്ന് ഫാഷൻ ബ്ലോഗേഴ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എടുത്ത് സ്റ്റൈലിംഗ് കാണിച്ച് കളയാം. ഇടാനായിട്ട് നോക്കണവർക്ക് കണ്ടിന്യൂസ് യൂസേജിനായിട്ടുള്ളതൊന്നും നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ നല്ല രസമായിരുന്നു മാർക്കറ്റ് മൊത്തം നമ്മൾ കറങ്ങി. ആൾക്കാരെ ഇടിയും ചവിട്ടും ഒക്കെ കൊണ്ട് തിരക്കും വൃത്തിയില്ലായ്മയുമാണ് ഇവരുടെ ഒരു ഹൈലൈറ്റ്. ഓക്കെ, ഇനി ഞങ്ങള് നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഒരു മെട്രോ പിടിക്കട്ടെ.
പോണ വഴിക്ക് ഈ വഴിയിരുന്ന മാമൻ്റെ ആ പൂക്കി സ്ലിപ്പറൂടെ ഞങ്ങൾ കൈപ്പറ്റിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിന് 200 രൂപ. റൂമിൻ്റെ അകത്ത് ഇട്ടാൽ മതി, വീട്ടിലൊക്കെ ഇട്ടാൽ മതി. ഷോപ്പിംഗ് ഫിനിഷ്. നല്ല ചോളം ഇവക്ക് വേണമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു അണ്ണയിരുന്ന് ചോളം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാലിൻ്റെ മക്ക ബ്ലാക്ക് സോൾട്ട് മേടിച്ചോടാ. ഓ പുക പറക്കുന്നുണ്ട്. എന്താ പയ്യ എപ്പടി ഇருக்கு? ചോളത്തിന്റെ ടേസ്റ്റ് നാരങ്ങയുടെ ടേസ്റ്റ് ആണാടാ, നാരങ്ങ തേച്ച് കളഞ്ഞാ ഓക്കെ ആണ്, കുഴപ്പമില്ലല്ലേ. ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഉള്ള അവസാനത്തെ പാനിപൂരി എടുത്താലും മാഡം പോരല്ലേ. അന്ന് കഴിച്ചത് തന്നെ കൊള്ളായിരുന്നല്ലേ. സ്വീറ്റ് കറുത്തോ പയ്യ? ഇത് സ്വീറ്റ് അല്ലേ, ഇത് എനിക്കിതാ. കൊള്ളത്തില്ലടി. പയ്യന്മാരല്ല എവിടെ നിന്നാ ഞങ്ങള് പറഞ്ഞ? ഏത് കോളേജ് ആണ്? ട്രിപ്പ് അടിക്കാൻ വന്നാണ്. അഡ്വഞ്ചർ ക്യാമ്പോ കഴിഞ്ഞോ? എന്നാൽ നൈസ് മീറ്റ് അല്ലേ, പോയിട്ട് വരട്ടാ. അങ്ങനെ സരോജിനിയോട് വിട പറഞ്ഞ് ഞങ്ങൾ ഇതാ ഇറങ്ങാൻ പോകുന്ന സുഹൃത്തുക്കളെ എയർപോർട്ടിലേക്ക്. മറ്റേ ദുങ്കുറുക്കുറുക്കുറു എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷനിൽ നിന്ന് ഡെവലപ്മെന്റിലോട്ടൊരു നടത്തമുണ്ട്. വിപുലമായി കിടക്കുന്ന ഈ പാതയില് നിന്റെ പൊന്നു എന്തൊരു ദൂരം ഇത്. ഈ ബാഗ് നോക്കി നടന്നു കൊണ്ടുള്ള കേട്ടാ. സത്യം. എനിക്ക് ഒരൊറ്റ കാര്യം പറയാം. അയ്യോ ഭഗവാനെ. ഓ എത്തി അവസാനം. ഇനി ഒരൊറ്റ മെട്രോടെ കയറിയാൽ മതി. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ് ഇപ്രാവശ്യം നമ്മൾ പക്കയായിട്ട് സെൽഫ് ചെക്ക് ഇൻ ചെയ്ത് സാധനം വിട്ടിട്ടുണ്ട്. ഇത് കറക്റ്റ് അല്ലായിരുന്നാ? ഞങ്ങൾ പുരോഗമനത്തിൽ ആണ് സുഹൃത്തുക്കളെ. ആൻഡ് അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ബാഗ് ഞാൻ മേളി വെക്കാം, ഇരുന്നോടാം. അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലേക്കും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ ഫ്ലൈറ്റിൽ കിടന്നൊരു 1.5 ഉറക്കവും ഉറങ്ങിപ്പോയി. പക്ഷേ എടാ കേരളത്തിൽ വന്ന് ഇറങ്ങി ഇപ്പൊ നമ്മുടെ ശ്വാസം ഭയങ്കര ലൈറ്റ് ആയില്ലേ. ഇങ്ങനെ നമുക്ക് കിട്ടൂല ഗൈസ്. ഡൽഹിയിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്താലേ നമുക്ക് ആ എയർ അകത്തോട്ട് ഇറങ്ങുള്ളൂ. പക്ഷെ ഇവിടെ ഇങ്ങനെ പൊളിച്ച് സന്ധ്യവളി എന്തായാലും പുറത്തെത്തി കാണും ഗൈസ്. നമ്മള് ബാഗേജും എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങട്ടെ. എവിടെ പോണ് ഉരുണ്ടുരുണ്ട് ബാ. നോക്ക് ഗൈസ്, ഇവിടെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ചൂട് അല്ലേ, എന്ത് ഡിഫറെന്റ് അല്ലേടാ ക്ലൈമറ്റ്. എവിടെ ഏഞ്ചലും സന്ദീപും? വേറെ ഇസ്തി സന്ദീപ് ആൻഡ് ഏഞ്ചൽ അളിയൻ ഗൈസ്. എടാ വാടാ. ആടിപൊളി ലുക്കോട് കൂടി ഏഞ്ചല് സന്ദീപ് അളിയന്. അളിയാ ഒരാഴ്ച മുന്നേ മഞ്ഞ് കാണാൻ പോയടാ, പൊളിച്ചടുക്കി. അയ്യോ ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആണാ സെറ്റ്. ബാ നമുക്ക് വീട്ടിലോട്ട് പോവാം ഗൈസ്. വീട്ടിലോട്ട് പോട്ടെ ഗൈസ്. ഞങ്ങൾ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം സുഹൃത്തുക്കളെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അയ്യോ എൻ്റെ അമ്മേ, വെൽക്കം ബാക്ക് റൂമേ. ഞങ്ങളെ നിങ്ങൾ വെൽക്കം ബാക്ക് ചെയ്യൂ. ഓ നാട്ടിലെ ഈ ചൂടി വന്നിട്ടേ സ്വെറ്റർ ഇട്ടിട്ട് ഞാൻ പുഴുങ്ങണ് ഗൈസ്. അയ്യോ ഓക്കെ, നമ്മൾ ഒരു എപ്പിക് ജേർണിക്ക് ശേഷം മഞ്ഞ് കാണണമെന്ന് വിചാരിച്ച് മഞ്ഞ് കണ്ടു, ബഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ച് ബഞ്ച് ചെയ്തു. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ശാന്തം, സമാധാനം. നാളെ വീട്ടുകാരെയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം ഗൈസ്. ബൈ 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 ബൈ.